നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ അടുത്ത ദിവസം അഹമ്മദാബാദിൽ നടന്ന ആ വലിയ എയർ ഇന്ത്യ വിമാനാപകടത്തെക്കുറിച്ചാണ്. ജൂൺ 12-ന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ AI-171 ബോയിംഗ് 787 ഡ്രീം ലൈനർ ടേക്ക് ഓഫിന് തൊട്ട് പിന്നാലെയാണ് അല്ലേ ആ അപകടം നടന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് ഈ വിഷയത്തിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. സംഭവം നടക്കുമ്പോൾ വിമാനമൊരു 625 അടി ഉയരത്തിലെത്തിയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ പിന്നെ മുകളിലേക്ക് പോയില്ല. എന്താ പറയാ, മുൻഭാഗം വല്ലാതെ മുകളിലോട്ടായിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു. അതെ, മേഘാനി നഗറിലെ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് ഇടിച്ചു കയറിയത്. വിമാനത്തിലെ മൊത്തം 242 പേരുണ്ടായിരുന്നു. 230 യാത്രക്കാരും 12 ജീവനക്കാരും. ശരിയാണ്. അതിലൊരാൾ മാത്രം, വിശ്വാസ് കുമാർ രമേശ് എന്നൊരു യാത്രക്കാരൻ മാത്രം രക്ഷപ്പെട്ടു എന്നത് അത്ഭുതമെന്ന് തന്നെ പറയണം. തീർച്ചയായും. പക്ഷെ താഴെ കെട്ടിടത്തിലുണ്ടായിരുന്നവർക്കും അപകടം പറ്റി. ഏകദേശം 19 പേർ അവിടെ മരിച്ചു, ഒരു 60 പേർക്ക് പരിക്കേറ്റു എന്നും കേൾക്കുന്നു. ശരിയാണ്. ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടുന്ന കാര്യമാണത്. ഈ അപകടത്തിന് ചില പ്രത്യേകതകളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2009 സർവീസ് തുടങ്ങിയതാണ് ഈ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനങ്ങൾ. അതെ, അതിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ അപകടമാണിത്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിനിടെ ലോകത്തുണ്ടായ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്നും. ഓഹോ. അപ്പൊ ഇതിന്റെ കാരണം എന്തായിരിക്കാം? പിന്നെ അന്വേഷണം എവിടെ വരെ എത്തി? എയർ ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്കൊന്ന് നോക്കണം. പ്രാഥമികമായി കിട്ടിയ വീഡിയോ ദൃശ്യങ്ങളുണ്ടല്ലോ, അതിൽ കാണിക്കുന്നത് ലാൻഡിംഗ് ഗിയർ താഴ്ന്ന നിലയിൽ തന്നെയാണെന്നാണ്. വിമാനത്തിന് പൊങ്ങാൻ പറ്റിയില്ല, മുൻഭാഗം വല്ലാതെ മുകളിലേക്ക് പോയി താഴേക്ക് പതിച്ചു. അതെ, ആ ദൃശ്യങ്ങൾ അങ്ങനെയൊരു സൂചന നൽകുന്നുണ്ട്. അപ്പോ എഞ്ചിൻ തകരാറാണോ, അതോ ഈ ചിറകിലെ ഫ്ലാപ്പുകൾ ശരിയായി പ്രവർത്തിക്കാത്തതാണോ? അങ്ങനത്തെ സംശയങ്ങൾ വരുന്നുണ്ടല്ലേ? തീർച്ചയായും. ആ സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. അതൊക്കെ അറിയാനാണ് ബ്ലാക്ക് ബോക്സുകൾ പരിശോധിക്കുന്നത്. ബ്ലാക്ക് ബോക്സ് കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും FDR, കോക്പിറ്റ് വോയിസ് റെക്കോർഡറും CVR രണ്ടും കിട്ടി. ഓക്കെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിന്, അതായത് ഈ ടെക്നിക്കൽ ഡാറ്റയൊക്കെയുള്ള ഭാഗത്തിന് കാര്യമായ കേടുപാടുണ്ട്. അയ്യോ, അപ്പോൾ ഡേറ്റ കിട്ടാൻ പാടായിരിക്കുമല്ലോ. അതെ, അതുകൊണ്ടത് കൂടുതൽ വിശകലനത്തിനായിട്ട് അമേരിക്കയിലേക്ക് അയച്ചിരിക്കുകയാണ്. US NTSBയുടെ സഹായം തേടുന്നുണ്ട്. നമ്മുടെ AIIB ആണല്ലോ പ്രധാനമായി അന്വേഷിക്കുന്നത്. അതെ, ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും പിന്നെ NTSBയും ചേർന്നാണ് അന്വേഷണം. ഈ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇന്ത്യയുടെ DGCA, അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, എയർ ഇന്ത്യയുടെ സുരക്ഷാകാര്യങ്ങളിൽ ചില ആശങ്കകൾ മുൻപേ ഉന്നയിച്ചിരുന്നുവെന്നൊരു സംസാരമുണ്ടല്ലോ. ശരിയാണ്, ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പോൾ ഈ അപകടം കൂടി ആയപ്പോൾ പൈലറ്റ് പരിശീലനം, മെയിന്റനൻസ് റെക്കോർഡുകൾ, വിമാനങ്ങളുടെ പരിശോധന, ഇതിലൊക്കെ ഒരു പുനഃപരിശോധന നടത്താൻ എയർ ഇന്ത്യ നിർബന്ധിതരായി കാണും അല്ലേ? തീർച്ചയായും അത് വേണ്ടിവരും. കാരണം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ചില സംഭവങ്ങൾ വേറെയും ഉണ്ടായി ഈ അടുത്ത്. അതെന്താണ്? ജൂൺ 14-ന്, അതായത് ഈ അപകടം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ വിയന്നയിലേക്ക് പോയ മറ്റൊരു എയർ ഇന്ത്യ വിമാനം, ഒരു ബോയിംഗ് 777, യാത്രയ്ക്കിടെ പെട്ടെന്ന് 900 അടി താഴേക്ക് പതിച്ചു. 9000 അടിയോ? അല്ല, 900 അടി, 900 ഫീറ്റ്. ഓക്കെ. അപ്പോ കോക്പിറ്റില് ഡോണ്ട് സിങ്ക് എന്ന അലാറം മുഴങ്ങി. അതായത് വിമാനം അപകടകരമായി താഴുന്നു എന്ന മുന്നറിയിപ്പാണ്. എന്നിട്ട് എന്തുണ്ടായി? ആ വിമാനത്തിലെ പൈലറ്റുമാരെ അന്വേഷണ വിധേയമായി താൽക്കാലികമായി മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുപോലെ ജൂലൈ 2-ന് ഡൽഹി വാഷിംഗ്ടൺ ഫ്ലൈറ്റ്, അതും ഒരു ടെക്നിക്കൽ പ്രശ്നം കാരണം വിയന്നയിൽ ഇറക്കേണ്ടി വന്നു. ഓ, അപ്പോൾ ഇതൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ ഒരു ആശങ്ക തോന്നുന്നത് സ്വാഭാവികമാണ്. അതെ, സുരക്ഷാ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നുള്ളൊരു തോന്നല് ശക്തമാവുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ പാർലമെന്റിന്റെ വ്യോമയാനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജൂലൈ 9-ന് ഒരു സുരക്ഷാ അവലോകന യോഗം വിളിച്ചിട്ടുള്ളത്. അതെ, ഈ അപകടവും മറ്റു വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ അഹമ്മദാബാദ് സംഭവം ശരിക്കും ഒരു വലിയ ദുരന്തം തന്നെയാണ്. സംശയമില്ല. ബോയിംഗ് 787 പോലൊരു വിമാനത്തിന്റെ ആദ്യത്തെ വലിയ അപകടം, ഒരാൾ മാത്രം രക്ഷപ്പെട്ട ആ സാഹചര്യം, പിന്നെ എയർ ഇന്ത്യയുടെ സുരക്ഷയെക്കുറിച്ച് ഈയടുത്തുയരുന്ന ചോദ്യങ്ങൾ എല്ലാം കൂടി ചേർന്നൊരു അവസ്ഥയാണ്. ആ FDR ഡാറ്റ കിട്ടിയാൽ ഒരുപക്ഷെ കൂടുതൽ വ്യക്തത വരും. DGCAയുടെ കണ്ടെത്തലുകളും ഈ പാർലമെന്ററി കമ്മിറ്റിയുടെ വിലയിരുത്തലുകളും എന്താകും എന്നതും നിർണായകമാണ്. തീർച്ചയായും ഇത് ഭാവിയിൽ എയർലൈൻ സുരക്ഷയുടെ കാര്യത്തിൽ ചില മാറ്റങ്ങൾക്ക് വഴിവച്ചേക്കാം. അപ്പോ ഈ വിവരങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ
ഒരു കാര്യം ആലോചിച്ചു പോവുകയാണ്. വിമാന കമ്പനികൾ വളരുമ്പോഴും പുതിയ റൂട്ടുകൾ തുടങ്ങുമ്പോഴും ഈ അടുപ്പിച്ച് കാണുന്ന സംഭവങ്ങൾ, ഇനി വരാനിരിക്കുന്ന സുരക്ഷാ പരിശോധനകൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വ്യോമയാന സുരക്ഷാ നിയമങ്ങൾ കാര്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇനിയും എന്തൊക്കെയാണ് വേണ്ടത്? ഇതേക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? അതൊന്ന് ആലോചിച്ചു നോക്കൂ.